ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. മാരനെ കാത്തിരിക്കുന്ന മണവാട്ടിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ. ശുക്രി നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ശുക്രിയുടെ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വഴിക്കടവ് RTO ചെക്ക് പോസ്റ്റിലും വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത തുക കണ്ടെത്തിയ സംഭവത്തിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷഫീസിനെതിരെ കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണൽ മുഖേന വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് വകുപ്പ് തീരുമാനം. വഴിക്കടവ് RTO ചെക്ക് പോസ്റ്റിലെ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2022 ജൂലൈ 1 മലപ്പുറം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ പരിശോധനയിലാണ് കണക്കിൽപ്പെടാത്തതിലധികം തുക കണ്ടെത്തിയത്. ഈ വിഷയത്തിൽ ഗതാഗത വകുപ്പ് കമ്മീഷണർ നൽകിയ കുറ്റാരോപണ മെമ്മോയ്ക്ക് ആരോപണങ്ങൾ പാടെ നിഷേധിച്ചുകൊണ്ടാണ് ബി ഷഫീസ് മറുപടി നൽകിയത്. ഷഫീസിന്റെ മറുപടി തൃപ്തികരമല്ലെന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടെന്ന് വിലയിരുത്തിയും ഒന്നിലധികം മിന്നൽ പരിശോധനകളിൽ അദ്ദേഹത്തിനെതിരെ ക്രമക്കേടുകൾ കണ്ടെത്തിയതു പരിഗണിച്ചും വിശദമായ അന്വേഷണം നടത്താൻ വിജിലൻസ് വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു. മിന്നൽ പരിശോധനയിൽ ഷഫീസിന്റെ കൈവശം പ്രൈവറ്റ് ക്യാഷ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ തുകയേക്കാൾ 46,870 രൂപ അധികമായി കണ്ടെത്തിയെന്നും ഈ തുക ഷഫീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ദിവസങ്ങളിൽ വാഹന ഡ്രൈവർമാരിൽ നിന്നും കൈക്കൂലി പിരിച്ചതാണെന്നും ന്യായമായും സംശയിക്കാവുന്നതാണെന്നും വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. 2023 ജനുവരി 11 വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ഷഫീസിന്റെ പക്കൽ പ്രൈവറ്റ് ക്യാഷ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ തുകയേക്കാൾ 220 രൂപ അധികമായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Celebrating Viva by Shobika Weddings. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.